Hi all, welcome to this video lecture series. Here I am starting with the fifth module in the subject AC 304 VLSI. So in this video I am giving a brief introduction about the module. The main contents are listed here. So main topics are, first one is semiconductor memories. In semiconductor memories, you have to study about read-only memory and random access memories. So read-only മെമ്മറിയിൽ 4x4 MOS ROM cell arrays, അതിൻ്റെ 3 സ്ട്രക്ചേഴ്സ് ഓർ നോർ ആൻഡ് നാൻഡ് ബേസ്ഡ് MOS ROM cell arrays ആണ് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് സെക്ഷനിൽ റാൻഡം ആക്സസ് മെമ്മറിയിൽ 2 ടൈപ്സ്, SRAM ആൻഡ് DRAM. അതിൽ SRAMൽ 6 ട്രാൻസിസ്റ്റർ CMOS SRAM സെൽ, അതിൻ്റെ സ്ട്രക്ചർ, റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ്. ദെൻ കമ്മിങ് ടു DRAM, 3 transistor and 1 transistor dynamic memory cell structure, സെയിം അതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് സെഷനിൽ സെൻസ് ആംപ്ലിഫയേഴ്സ്, ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസിങ് ആംപ്ലിഫയേഴ്സ്. സെൻസ് ആംപ്ലിഫയേഴ്സ് അസോസിയേറ്റഡ് വിത്ത് SRAM സർക്യൂട്ട്. സോ the working of differential voltage sensing amplifiers you have to see. Then ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും ദെൻ FPG ആൻഡ് ആർക്കിടെക്ചർ, ഡിസൈൻ ഓഫ് PLAs. ഇത്രയുമാണ് ഫിഫ്ത്ത് മോഡ്യൂളിലുള്ള കണ്ടൻസ്. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ സെമികണ്ടക്ടർ മെമ്മറീസ് ലോവർ സെമിസ്റ്റേഴ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് പോവാണ്. സോ സെമികണ്ടക്ടർ മെമ്മറീസ്. Memory is the portion of a system for storing binary data in large quantities. It stores data and instructions. Memory is divided into large number of small parts called a cell. So നമ്മുടെ കമ്പ്യൂട്ടറിലും അതേപോലെയുള്ള ഡിവൈസസിലും മെമ്മറി പാർട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ബൈനറി ബിറ്റ്സായിട്ട്, സീറോയും വണ്ണിൻ്റെയും സ്ട്രീംസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ പാർട്സുള്ള സെല്ലായിട്ടാണ് മെമ്മറീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് യൂഷ്വലി ഒരു എറേ ഫോമിലായിരിക്കും. അത് നമ്മുടെ ഡിവൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് എറേ സൈസിൽ വേരിയേഷൻസ് ഉണ്ടാവാം. ഇതിൽ ജസ്റ്റ് 3 എക്സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. 8x8 അറേ, 16x4 അറേ, 64x1 അറേ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കേസിൽ 8x8 അറേ ആണെങ്കിൽ അതിൽ 8 മെമ്മറി ലൊക്കേഷൻസ് കാണും. ഓരോ ലൊക്കേഷൻ്റെ അകത്തും 8 ബിറ്റ് ഡാറ്റയാണ്. സെക്കൻഡിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ ആണെങ്കിൽ 16 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അതാണ് റോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമലി. പിന്നെ കോളത്തിൽ 4 ബിറ്റ്സ് ആണ്. അതായത് നമ്മൾ ഓരോ മെമ്മറി ലൊക്കേഷനും 4 ബിറ്റ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നൗ റിക്വയർമെൻറ്റ് ഫോർ സെമി കണ്ടക്ടർ മെമ്മറീസ്. സോ നമ്മുടെ മെമ്മറീൻ്റെ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി, അതേപോലെ നമുക്കതിൻ്റെ കോമ്പാക്റ്റ് ഡിസൈൻ റൂൾസിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയ എഫിഷ്യൻസി ആൻഡ് മെമ്മറി ആക്സസ് ടൈമാണ്. ദാറ്റ് ഈസ് ഏരിയ എഫിഷ്യൻസി മീൻസ് പെർ യൂണിറ്റ് ഏരിയ എത്ര ഡാറ്റ ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതാണ് ഏരിയ എഫിഷ്യൻസി. സെക്കൻഡ് വൺ മെമ്മറി ആക്സസ് ടൈമാണ്. ഇത് ആക്ച്വലി നമ്മുടെ മെമ്മറീൻ്റെ സ്പീഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടൈം റിക്വയർഡ് ടു സ്റ്റോർ ഓർ റിട്രീവ് എ പെർട്ടിക്കുലർ ഡാറ്റ ബിറ്റ് ഇൻ ദ മെമ്മറി. ഓക്കെ, സോ മെമ്മറി ലൊക്കേഷനിൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റ സ്റ്റോർ ചെയ്യാനോ അല്ല റിട്രീവ് ചെയ്യാനോ എടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് മെമ്മറി ആക്സസ് ടൈം. അതുപോലെ യൂണിറ്റ് ഏരിയയിൽ എത്ര ബിറ്റ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഏരിയ എഫിഷ്യൻസി. ഇത് രണ്ടാണ് മെയിനായിട്ടുള്ള മെമ്മറി ഡിസൈൻ ക്രൈറ്റീരിയാസ്. സോ നമ്മുടെ ഫാബ്രിക്കേഷൻ ടെക്നോളജി കറസ്പോണ്ടിങ് ആയിട്ട് കോമ്പാക്ട് ഡിസൈൻ റൂൾസ് വെച്ചിട്ട് മെമ്മറി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് സെമി കണ്ടക്ടർ മെമ്മറീസിൽ നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മെമ്മറി ക്ലാസിഫിക്കേഷൻ. ഇതിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. സോ സെമി കണ്ടക്ടർ മെമ്മറീസ് മെയിനായിട്ട് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ റാമിലും റോമിലും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ഇതിൽ റോമിലെ ക്ലാസിഫിക്കേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. റാമിലെ ക്ലാസിഫിക്കേഷനാണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. സോ സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. നൗ റാം ആൻഡ് റോം. റാം സ്റ്റാൻഡ്സ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി. By definition, RAM is a form of data storage that can be accessed randomly at any time in any order and from any physical location. Whereas
ROM is a form of data storage that cannot be easily altered or reprogrammed. Then main property of this memory are volatility. That is, RAM is volatile memory, means contents are lost when the device is powered off. Whereas ROM is non-volatile, that is, the contents in ROM retained even when the device is powered off. So accordingly, its application also varies. RAM read data quickly to run application. It allows reading and writing, whereas ROM is used to store the program required to initially boot the computer. It only allows reading. Also, let us see the difference between DRAM and SRAM. That is, in random access memory, there are mainly divided into DRAM and SRAM. So main differences are, DRAM is constructed of tiny capacitors, whereas SRAM is constructed of circuit of D flip-flop. അതായത് SRAM നമ്മുടെ ലാച്ച് വെച്ചിട്ടാണ് നോർമലി കൺസ്ട്രക്ട് ചെയ്യുന്നത്. DRAMൽ കപ്പാസിറ്റേഴ്സാണ് മെയിനായിട്ടുള്ള സ്ട്രക്ചർ. സോ DRAMൻ്റെ കേസിൽ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് റിക്വയർസ് എ റീചാർജ് എവറി ഫ്യൂ മില്ലി സെക്കൻഡ്സ്. ദാറ്റ് ഈസ് കപ്പാസിറ്ററിലെ ചാർജായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്യേണ്ടി വരും. SRAMൻ്റെ കേസിലാണെങ്കിൽ പവർ അവൈലബിൾ ആണെങ്കിൽ അത്രയും ടൈം ഡാറ്റ ഹോൾഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻസീവ്. SRAM ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ DRAM, ബട്ട് it is faster than DRAM. Then SRAM uses more power and it is used for cache memory, whereas DRAM uses less power and used for main memory. Now coming to the memory architecture, ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുക, ബിക്കോസ് നമ്മൾക്കിനി മെമ്മറിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. സോ അതിൻ്റെ ആർക്കിടെക്ചർ വരുന്നത്, നമ്മൾ പറഞ്ഞു അറേ ആയിട്ടാണ് നോർമലി മെമ്മറി ഓർഗനൈസ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ കാണിച്ചേക്കുന്നത് n വേർഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷനാണ്. ദാറ്റ് ഈസ്, നമുക്ക് ഓരോ വേർഡും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഓരോ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാകും. ഓക്കെ, ഹിയർ വി ഹാവ് n വേർഡ്സ്, സോ ദർ ആർ n മെമ്മറി ലൊക്കേഷൻസ്. ആ ഓരോ മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, അത് മെമ്മറി ലൊക്കേഷനിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റ റീഡ് ചെയ്യാനോ വേണ്ടിയിട്ട് സെലക്ട് ലൈൻസ് ഉണ്ടാവും, S0 to Sn-1. സോ നമുക്ക് എത്ര മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടോ അത്രയും സെലക്ട് ലൈൻസ് റിക്വയർഡ് ആണ്. ഇനി ഓരോ ലൊക്കേഷനിലും, ഇവിടെ ഒരു ലൊക്കേഷൻ മാത്രം നമ്മൾ സെൽസായി ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ സ്റ്റോറേജ് സെൽസ്, എത്ര ബിറ്റ്സ് ഡാറ്റയാണോ ആ ഒരു മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് അത്രയും സെൽസ് ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു n/m മെമ്മറിയാണ്. ദാറ്റ് ഈസ് n മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. ഓരോ ലൊക്കേഷനിലും m ബിറ്റ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ m ബിറ്റ്സ് ഉള്ള n വേർഡ്സ്. ഇനി ഇതിൽ ഓരോ വേർഡും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, ഓരോ മെമ്മറി ലൊക്കേഷനും റീഡ് ചെയ്യണോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആക്ടിവേറ്റ് ദ സെലക്ട് ലൈൻസ്. സോ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ടു മെനി സെലക്ട് ലൈൻസ്. നമുക്ക് എത്ര ലൊക്കേഷൻസ് അവൈലബിൾ ആണോ അത്രയും സെലക്ട് ലൈൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ അതൊന്നുകൂടെ കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡീകോഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡീകോഡേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു 8 മെമ്മറി ലൊക്കേഷൻസിലൊരു മെമ്മറി ആണെങ്കിൽ നമുക്ക് ശരിക്കും 8 സെലക്ട് ലൈൻസ് റിക്വയർഡ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ യൂസ് എ 3/8 ഡീകോഡർ. 3/8 ഡീകോഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ലൈൻസ് 3 സെലക്ട് ലൈൻസ് യൂസ് ചെയ്തിട്ട് 8 ലൊക്കേഷൻസും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചേക്കുന്നത്. സോ ഓവറോൾ മെമ്മറിയിൽ കുറച്ച് പോയിൻറ്റ്സ് മെയിനായിട്ട് നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയുകയാണ്. നമുക്ക് മെമ്മറിയിലുള്ള മെയിനായിട്ടുള്ള 2 ഓപ്പറേഷൻസാണ് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും. എ റൈറ്റ് ഓപ്പറേഷൻ സ്റ്റോർസ് ഡാറ്റ ഇൻ മെമ്മറി, whereas a read operation takes a copy of data from the memory. ഓക്കെ, നമ്മളിപ്പോൾ നോർമലി ഒരു ബുക്കിലായാലും എഴുതുന്നത് പോലെ നമ്മൾ നോർമലി അതിൽ എഴുതുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയും. നമ്മൾ ഓൾറെഡി ഉള്ള വാല്യൂ അത് നമ്മൾ റിട്രീവ് ചെയ്യുകയാണെങ്കിൽ റീഡ് ഓപ്പറേഷൻ എന്ന് പറയും. ദെൻ എ യൂണിറ്റ് ഓഫ് ഡാറ്റ ഈസ് ലൊക്കേറ്റഡ് ബൈ ഇറ്റ്സ് അഡ്രസ്. സോ അതിൻ്റെ ഓരോന്നിൻ്റെയും ലൊക്കേഷൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഡാറ്റയും ലൊക്കേറ്റ് ചെയ്യുന്നത്. ദെൻ റാം ആൻഡ് റോം, നമുക്ക് 2 ടൈപ്പ് ഓഫ് മെമ്മറീസാണുള്ളത്. അതിൽ റാം ഈസ് വോളട്ടൈൽ, മീൻസ് അതിൽ പവർ സപ്ലൈ ഓഫ് ആയി കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആവും, ആൻഡ് ഹാസ് റീഡ് ആൻഡ് റൈറ്റ് ക്യാപ്പബിലിറ്റി.
whereas a ROM is non-volatile and has only read capability. റോമിലോട്ട് നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതിലെ കണ്ടൻസ് പവർ ഓഫ് ചെയ്താലും ചേഞ്ച് ചെയ്യൂല. ഓക്കെ, ദെൻ റാം ഈസ് എ സ്മോൾ ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ സി പി യു ആൻഡ് മെയിൻ മെമ്മറി. സി പി യുവിൻ്റെയും മെയിൻ മെമ്മറിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ഫാസ്റ്റ് മെമ്മറിയാണ് റാം. അതിൽ നമുക്ക് ഉള്ളൊരു ടൈപ്പാണ് SRAM. SRAM ഹാസ് എ ലാർജ് സ്റ്റോറേജ് സെൽ ദാറ്റ് ക്യാൻ റീറ്റെയിൻ ഡാറ്റ ഇൻഡെഫിനിറ്റ്ലി വൈൽ പവർ ഈസ് അപ്ലൈഡ്. സോ SRAMന് ലാർജ് സെൽസ് ആണ്. അതിൽ പവർ അപ്ലൈ ചെയ്യുന്നതിന് അത്രയും ടൈം ഡാറ്റ റീറ്റെയിൻ ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ നെക്സ്റ്റ് കമ്മിങ് സെക്ഷൻസിൽ പഠിക്കും. ഓൾസോ DRAMന് കപ്പാസിറ്റീവ് സ്റ്റോറേജ് സെല്ലാണ് ദാറ്റ് ഷുഡ് ബി പീരിയോഡിക്കലി റീഫ്രഷ്ഡ്. ദ റീഫ്രഷ് ഓപ്പറേഷൻ പ്രിവെൻറ്റ്സ് ദ ഡാറ്റ ഫ്രം ബീയിങ് ലോസ് ബിക്കോസ് ഓഫ് കപ്പാസിറ്റീവ് ഡിസ്ചാർജ്. സോ ഇത്രയാണ് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഓർക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.